ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ്. ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുന്നതിന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം നമുക്ക് അതിന് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പോളം പച്ചരി ഇട്ട് കൊടുക്കുക. ഒരു 3-4 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചരി നന്നായിട്ട് കഴുകിയിട്ട് ഒരു കപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 കപ്പോളം ചോറിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ 1/2 കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ചെറിയൊരു ഏലക്കായ ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3/4 കപ്പോളം വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പം വെള്ളം ഒഴിച്ചെടുക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കുക, കൂടി പോവാതെ നോക്കുക കേട്ടോ. ഇനി നന്നായിട്ട് ഈ വെള്ളമൊക്കെ വെച്ചിട്ട് അരച്ചിട്ടെടുക്കാം. ഇപ്പം നമ്മൾ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ മാവിലേക്ക് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഓപ്ഷനല്ല, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അത് ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ഈ മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം തേങ്ങ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഇതിൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നത് കൂടിപ്പോയാലൊന്നും കുഴപ്പമില്ല, കൂടുന്നോളും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. നമുക്കിതിങ്ങനെ കഴിക്കുമ്പോൾ ഇതിങ്ങനെ തേങ്ങ ഇങ്ങനെ കടിക്കാൻ കിട്ടും കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകാൻ. ഇപ്പം നമ്മൾ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം നമ്മൾ ഈ മാവ് റെഡിയാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല ലൂസായി പോകാനും പാടില്ല, നല്ല കട്ടിയാകാനും പാടില്ല കേട്ടോ. ഈ ഒരു രീതിക്ക് നമ്മളെ മാവ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് കൊടുക്കാം കേട്ടോ. അതിലേക്ക് 2 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരു ചെറിയൊരു സവാളയുടെ ചെറിയൊരു പീസ് എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുഞ്ഞുള്ളിയാലും കുഴപ്പമൊന്നുമില്ല, ഏതായാലും നമുക്ക് ഇഷ്ടമുള്ളത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എരിവ് ആവശ്യമില്ല എന്നാണെങ്കിൽ പച്ചമുളക് ഒഴിവാക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരണം. ആ ഒരു സമയത്ത് നമുക്കിതിൽ നിന്ന് പകുതി മാറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്, സ്മെല്ലൊക്കെ മാറി നല്ല കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു കളറിന് വേണ്ടി മാത്രം, അതിൻ്റെ പുറം ഭാഗമൊക്കെ നല്ലൊരു കളർ കിട്ടും. അതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത്, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടി കരിഞ്ഞു പോകാതെ നോക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ട് അടച്ച് വെച്ച് കൊടുക്കുക. ഇപ്പോൾ ഇതാ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, കറക്റ്റ് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് ഉള്ളൊക്കെ ഒന്ന് വെന്തിനോ ഒന്ന് നോക്കാം കേട്ടോ. എന്തെങ്കിലും ഇതുപോലെ ഇങ്ങനെ കുത്തി നോക്കിയിട്ട് ഒന്ന് നോക്കാം നമുക്കിത് ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉള്ളിലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റും. അപ്പോൾ ഇത് നമ്മൾ അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ അടിപൊളി റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്, നമുക്കൊരു കട്ടൻ ചായ മാത്രം മതി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. അത്രയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നല്ല റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.